ഇന്ന് ഞാൻ ഈ ഒരു ഡ്രോയിങ്ങിൻ്റെ ട്യൂട്ടോറിയലായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ട്യൂട്ടോറിയലാണ്. എപ്പോഴും ഞാൻ മാർക്കർ വെച്ചിട്ടല്ലേ വരയ്ക്കൽ. ഇന്ന് ഞാൻ ഡോംസിൻ്റെ ബ്രഷ് പെൻ വെച്ചിട്ടാണ് കേട്ടോ വരയ്ക്കുന്നത്. അത് മാത്രം പോരാ, നമുക്ക് ഒരു പെൻസിലും വേണം, ഒരു ബ്ലാക്ക് കളർ പെൻസിലും വേണം, പിന്നെ വൈറ്റ് ജെൽ പെന്നും വേണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ആദ്യം കാണിച്ച പിക്ചർ ഉണ്ടല്ലോ, അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് കോപ്പി ചെയ്ത് ഇതിലേക്ക് വരക്കണം. ഓക്കെ, കോപ്പി ചെയ്തെന്ന് വെച്ചാൽ അത് നോക്കി വരക്കണം. നമുക്ക് വലിയ പ്രയാസമൊന്നും ഇല്ലല്ലോ, റൗണ്ട് വരച്ച് വെച്ചാൽ മതിയല്ലോ. അപ്പോൾ അത് വരയ്ക്കുക. അതുപോലെ അതിന് ശേഷം അതിൻ്റെ ഏതാണ്ടോ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ആ ഓറഞ്ച് നോക്കിയിട്ട് അതിൻ്റെ ഇൻസൈഡിലുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ ഞാൻ ഈ വരയ്ക്കുന്ന പോലെ നിങ്ങൾ വരച്ചെടുക്കണം കേട്ടോ. ടഫ് ഇല്ലാത്തതായതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ വരയ്ക്കുന്നത്. നമുക്കിനി ഗ്രിഡ് മെത്തേഡൊക്കെ വെച്ചിട്ട് കുറച്ച് ടഫായിട്ടുള്ള ഡ്രോയിങ്ങൊക്കെ ട്യൂട്ടോറിയൽ ഇടാം. ആദ്യം ഞാൻ എൻ്റെ ഈ ഒരു ട്യൂട്ടോറിയൽ വിജയിക്കുമോ എന്ന് നോക്കട്ടെ, അതിനുശേഷം നമുക്ക് നല്ല നല്ല ട്യൂട്ടോറിയലായിട്ട് വരാം കേട്ടോ. അപ്പോൾ വരച്ച് കഴിഞ്ഞാൽ ഒരു സ്ലൈസ്, അതായത് ഒരു ഓറഞ്ചിൻ്റെ സ്ലൈസിൻ്റെ ഉള്ളിലുള്ള സ്ട്രക്ചർ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഒന്ന് വരച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നിങ്ങൾ ഇതുപോലെ തന്നെ വരയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് കളർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡോമിൻ്റെ ബ്രഷ് പെൻ എടുക്കുക. അതിൽ നമുക്കാകെ 3 കളേഴ്സ് മാത്രം മതി. ഒന്ന് യെല്ലോ, 2 ഓറഞ്ച്, 3 റെഡ്. ഈ 3 കളർ വെച്ച് നമ്മൾ അടിപൊളിയായിട്ട് കളർ ചെയ്യാൻ പോകട്ടോ. അപ്പോൾ ആദ്യം യെല്ലോ വെച്ചിട്ട് ഇതുപോലെ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ട്രയാങ്കുലർ ഷേപ്പുള്ള സംഭവം കളർ ചെയ്യുക. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഓറഞ്ച് എടുക്കുക. എന്നിട്ട് അതിന് ഔട്ട്ലൈൻ പോലെയും പിന്നെ കുറച്ച്, അതായത് നമുക്ക് ഒരു 3 ലെയർ പോലെ കിട്ടണം. ഫസ്റ്റ് ഫോർ എക്സാമ്പിൾ ഏറ്റവും എൻഡിൽ യെല്ലോ, ഒരു മിഡിലിൽ ഓറഞ്ച് വരും, ഏറ്റവും ബാക്ക് സൈഡിൽ റെഡ്. അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ ഔട്ട്ലൈൻ പോലെ ഓറഞ്ചും ഇതുപോലെ കൊടുത്ത് അതിന് ശേഷം ഈ യെല്ലോ തന്നെ എടുത്തിട്ട് അത് ബ്ലെൻഡ് ചെയ്യാൻ നോക്കണം. ഓക്കെ, ഞാൻ ചെയ്യുന്ന പോലെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നിങ്ങൾ ഓറഞ്ച് കൊടുത്തിട്ട് യെല്ലോ വെച്ചൊന്ന് ഷെയ്ഡ് ചെയ്യാൻ കൊടുക്കുക, വീണ്ടും ഓറഞ്ച് കൊടുക്കുക, എന്നിട്ട് യെല്ലോ വെച്ചൊന്ന് ഷെയ്ഡ് ചെയ്യാൻ കൊടുക്കുക. ആ ഏറ്റവും എൻഡിൽ യെല്ലോ കുറച്ച് ബാക്കി വെച്ചിട്ടാണ് ബാക്കി നമ്മൾ ഷെയ്ഡ് ചെയ്യാൻ കേട്ടോ. അല്ലെങ്കിൽ ഭംഗി പോവും, നമ്മുടെ ആ ഒരു ചിത്രത്തിൻ്റെ എഫക്റ്റൊക്കെ പോവും. അപ്പോൾ ബാക്കിൽ ഓറഞ്ച് കൊടുക്കുക, ഏറ്റവും ഫസ്റ്റുള്ള എൻഡിൽ യെല്ലോ അവിടെ വെക്കണം കേട്ടോ. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് റെഡ് എടുക്കുക. റെഡ് എടുത്തിട്ട് ഏറ്റവും എൻഡിൽ മാത്രം, ബാക്കിലുള്ള എൻഡിൽ മാത്രം ഇതുപോലെ കളർ ചെയ്യുക. ദെൻ യെല്ലോ എടുക്കുക, ബ്ലെൻഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ, എല്ലാം വെച്ച് ബ്ലെൻഡ് ചെയ്യുമ്പോൾ നല്ലൊരു എന്താണ്, ബാക്കിൽ റെഡ്, നടുക്കിൽ ഓറഞ്ച്, ഏറ്റവും ഫ്രണ്ടിൽ എൻഡിൽ യെല്ലോ, അങ്ങനെ ഒരു ഷെയ്ഡിങ് എഫക്റ്റ് വരും നമുക്ക്. അപ്പോൾ എല്ലാത്തിലും ആ ഒരു സെയിം സംഭവം ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ആ ബാക്കിയുള്ള ഭാഗങ്ങളില്ലേ, നമുക്ക് 2 ലെയറാണ് ബാക്കിലുള്ളത്. അപ്പോൾ ഫസ്റ്റ് ലെയർ ഇതുപോലെ യെല്ലോ കൊടുക്കുക. പിന്നെ ഏറ്റവും നടുക്കുള്ള പോർഷൻ വൈറ്റ് ഒഴിവാക്കി വിട്ടിട്ടാണ് കേട്ടോ കൊടുക്കാൻ. നമ്മൾ ആദ്യം ഒരു സർക്കിൾ വെച്ചല്ലോ നടുക്കൊക്കെ, അത് വൈറ്റാണ്, അതവിടെ ഒഴിവാക്കി വെച്ചിട്ട് യെല്ലോ കൊടുക്കുക. പിന്നെ ഏറ്റവും ലാസ്റ്റ് ലെയർ ഇതുപോലെ ഓറഞ്ച് വെച്ചിട്ട് ലൈൻ ചെയ്യുക. അതിന് ശേഷം കണ്ടോ
നമ്മൾ ജസ്റ്റ് ഒന്ന് റെഡ് ഇട്ട് രണ്ട് ലൈനൊക്കെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. നമ്മുടെ ഓറഞ്ചിനുള്ളിലെ ആ ഒരു സാധനം ഉണ്ടല്ലോ, അപ്പോൾ അതുപോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ നമ്മളങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ബ്ലാക്ക് പെൻസിൽ എടുക്കുക. ബ്ലാക്ക് കളർ പെൻസിൽ എടുത്തിട്ട് നമ്മളിപ്പോൾ റെഡാണല്ലോ ഏറ്റവും ഔട്ടർ ലെയർ, അതിൻ്റെ ഔട്ടറായിട്ട് ബ്ലാക്ക് കൊടുക്കുക. അതായത് ഔട്ട്ലൈൻ പോലെ ഏറ്റവും ബാക്കിൽ കുറച്ച് ബ്ലാക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടെ ഭംഗി വരും. ഫ്രം ഡാർക്ക് ഷെയ്ഡ് ടു ലൈറ്റ് ഷെയ്ഡ് പോണ പോലെ തോന്നും. ഏറ്റവും ബാക്കിൽ ബ്ലാക്ക്, ദെൻ റെഡ്, ദെൻ ഓറഞ്ച്, ദെൻ യെല്ലോ, അങ്ങനെ ഒരു ഫീൽ വരും കേട്ടോ. ഈ ബ്ലാക്ക് ഷെയ്ഡ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ റെഡ് സ്കെച്ച് ഉണ്ടല്ലോ ഇതിൽ, അതെടുത്ത് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ കളർ പെൻസിൽ കൊണ്ടാണ് അത് ഷെയ്ഡ് ചെയ്തതെന്ന് തോന്നില്ല. ഓക്കെ, അത് ഇതിൽ ചെയ്യുന്ന പോലെ നോക്കി ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കുറച്ച് ഓറഞ്ച് എടുത്തിട്ട് ഒന്ന് ഔട്ട്ലൈൻ ഇങ്ങനെ ഇതുപോലൊക്കെ വരച്ചു കൊടുക്കുക. അത് ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാനത് ചുമ്മാ ഒന്ന് ചെയ്ത് കൊടുത്തേ ഉള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഏറ്റവും വലിയ സ്റ്റെപ്പ്. വൈറ്റ് ജെൽ പെൻ എടുക്കുക. അതിനുശേഷം നമ്മൾ അതിനെ ഹൈലൈറ്റൊക്കെ കൊടുക്കുക. ഓക്കെ, കൊടുക്കുകയെന്ന് വെച്ചാൽ ഞാൻ ആദ്യം കാണിച്ച ഇമേജ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുമല്ലോ, അപ്പോൾ അവിടെ എവിടേക്കാണോ വൈറ്റ് ഡോട്ട് ഉള്ളത് അത് വെച്ച് ഷെയ്ഡ് ചെയ്താൽ മതി. തന്നെ നമ്മുടെ ഓറഞ്ച് സ്ലൈസിൻ്റെ വരക്കൽ കംപ്ലീറ്റ് ആയെന്ന് പറയാം കേട്ടോ. ആദ്യം ഉള്ളിലുള്ള ഈ ലെയറിൽ നമ്മളിങ്ങനെ കുറച്ചായിട്ട് വരച്ചു കൊടുക്കുക. അതിന് ശേഷം സെൻറ്ററിൽ ഇതുപോലെ വൈറ്റ് കൊടുത്തിട്ട് ഉള്ളിലേക്ക് ചെറിയ ലൈൻ പോലെ വരച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടെ റിയലിസ്റ്റിക് ലുക്ക് കിട്ടും. ഓക്കെ, ഇനി എല്ലാ ഔട്ടർ ലെയറിലും കുറച്ചായിട്ട് വൈറ്റ് കൊടുക്കുക. പിന്നെ ഏറ്റവും ലാസ്റ്റുള്ള ഓറഞ്ച് ഔട്ട്ലൈനിലും കുറച്ച് വൈറ്റ് ഡോട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഓറഞ്ച് സ്ലൈസ് റെഡിയായി. ഇനി ബാക്കിയുള്ള സ്ലൈസുകളും സെയിം പാറ്റേണിൽ കളർ കൊടുക്കാൽ ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ ഓറഞ്ചിൻ്റെ ഇടയിൽ വരുന്ന കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, അത് നിങ്ങൾ ഇതേ ഒരു ഫോർമാറ്റിൽ ഫില്ല് ചെയ്യുക. ആദ്യം യെല്ലോ കൊടുക്കുക, പിന്നെ ഓറഞ്ച് കൊടുക്കുക, പിന്നെ റെഡ് കൊടുക്കുക, അങ്ങനെ. ഓക്കെ, അതിനുശേഷം ഈ സ്ലൈസസ് ഓവർലാപ്പ് ചെയ്യുന്ന സ്ഥലത്ത് കുറച്ച് ഇതുപോലെ ഷാഡോ വരുന്ന പോലെ ബ്ലാക്ക് പെൻസിൽ എടുത്തിട്ട് ഞാൻ കൊടുക്കുന്ന പോലെ കൊടുത്തോളൂ കേട്ടോ. ഇനി എല്ലാ ഓറഞ്ചിൻ്റെ ഔട്ട്ലൈൻ ബ്ലാക്ക് കൊണ്ട് കൊടുക്കുക ഇതുപോലെ. ഓക്കെ,
ഞാൻ പറഞ്ഞല്ലോ ബാക്കിയുള്ള സ്പേസിലെ ഇടയിൽ വരുന്ന ഗ്യാപ്പും അതും സെയിം പാറ്റേൺ ആണ് ഫില്ല് ചെയ്യാന്ന്. അപ്പോൾ ആദ്യം ബ്ലാക്ക്, പിന്നെ റെഡ്, പിന്നെ ഓറഞ്ച്, പിന്നെ യെല്ലോ, അങ്ങനെ വരുന്നൊരു രീതിയിൽ ഷെയ്ഡ് ചെയ്ത് തരുമ്പം കുറച്ചും കൂടെ ഒന്ന് ബ്ലാക്ക് കൂടുതലായിട്ട് ഷെയ്ഡ് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളുടെ ചിത്രം ഏകദേശം തീരാറായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, നമുക്ക് വലിയ ബ്രാൻഡഡ് പെൻസിൽസും പെന്നുകളൊന്നും വേണ്ട എന്ന് മനസ്സിലായില്ലേ. ഡോംസിൻ്റെ ബ്രഷ് പെൻ വെച്ചിട്ട് എന്ത് റിയലിസ്റ്റിക് ആയിട്ടാണ് നമുക്കിപ്പോൾ ഈ ഒരു ഡ്രോയിങ് ചെയ്തത് നോക്കൂ. ഞാൻ വലിയ ഒഹൂഹു മാർക്കർ വെച്ചായിരുന്നു ഇതുവരെ വരച്ചത്. അപ്പോൾ അത് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റണമെന്നില്ല ഇപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ഡോംസിൻ്റെ അഫോർഡബിൾ ആയിട്ടുള്ള ഡോമിൻ്റെ ബ്രഷ് പെൻ വെച്ചിട്ട് വരയ്ക്കാൻ പറ്റുമോ എന്ന് ട്രൈ ചെയ്തത്. അതാകുമ്പോൾ എല്ലാവരുടെ അടുത്തും ഉണ്ടാവും മിക്കവാറും. സോ അത് വെച്ചും നമുക്ക് സൂപ്പറായിട്ട് വരയ്ക്കാമെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാവരും ട്യൂട്ടോറിയൽ വേണമെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇതൊന്ന് വരച്ച് നോക്കുക. വരച്ചിട്ട് നിങ്ങൾക്കും നല്ലൊരു റിസൾട്ട് കിട്ടിയെങ്കിൽ എനിക്ക് അയച്ചു തരണം കേട്ടോ. അപ്പോൾ ഈ ഒരു ട്യൂട്ടോറിയൽ വിജയിക്കോ, എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്ന് നോക്കാം. അത് കഴിഞ്ഞ് വീണ്ടും പുതിയ ട്യൂട്ടോറിയലായിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.